ഹലോ ഹായ്, ഐ ആം ഷജീർ. ഇന്നത്തെ പോഡ്കാസ്റ്റ് ആഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താം എന്നുള്ളതാണ് എളുപ്പത്തിൽ. ഇതിനായി ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ജോബിൽ ഡിസയർ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഇനി നമുക്ക് ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതിലേക്ക് കടക്കാം. ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോബ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാർക്കറ്റിങ്ങിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മാർക്കറ്റിംഗ് ആണ്. അതായത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് കാണും. ഈ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ റെഗുലർലി മീറ്റ് ചെയ്യണം. സാധാരണ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മൾ വിവിധ തരം കസ്റ്റമറെ ആയിരിക്കും കാണുന്നത്. ഈ മാസം കാണുന്ന കസ്റ്റമറെ ആയിരിക്കില്ല അടുത്ത മാസം കാണുന്നത്. ലോട്ട് ഓഫ് മാർക്കറ്റിങ്ങിലും അങ്ങനെയാണ്. പിന്നെ ചില മാർക്കറ്റിങ്ങൾ റെഗുലർ കസ്റ്റമേഴ്സിനെ കാണുന്നതുകൊണ്ട്. പക്ഷേ ഫാർമയിൽ മസ്റ്റായിട്ട് നമുക്കൊരു ലിസ്റ്റ് കാണും. ആ ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കറക്റ്റായിട്ട് ആ കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നതും പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യുന്നതും സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള മാർക്കറ്റിംഗ് പോലെ അത്ര ടഫ് ആയിരിക്കില്ല. കസ്റ്റമേഴ്സിനെ ഓരോ മാസവും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിരിക്കും ഈ കസ്റ്റമേഴ്സിനെ. ഇനി നമുക്ക് എങ്ങനെ ഈ ജോബ് ഒന്ന് ഫൈൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സാധാരണ ജോബ് പോലെ നമ്മളിത് ഒരുപാട് വേക്കൻസികളൊന്നും പത്രത്തിലോ മറ്റുള്ള കൺസൾട്ടിങ് സെൻറ്റേഴ്സിലോ ഒന്നും കാണാറില്ല. നമ്മളിത് പ്രധാനമായിട്ട് ഈ ജോബ് സെർച്ച് ചെയ്യാൻ ഉള്ള ഒരു എളുപ്പമാർഗം, നമ്മളിപ്പോൾ ഏത് ഹെഡ് ക്വാർട്ടറിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ വ്യക്തികളായിരിക്കും. ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ജോബാണ് സെർച്ച് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തന്നെ സിറ്റിയിലെ ടോപ്പ് മോസ്റ്റ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം ഓൾറെഡി അവിടെ നിലവിലെ കമ്പനികളിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമുക്ക് കാണാൻ കഴിയും. അവരോട് നമ്മൾ ഈ ജോബിനെ കുറിച്ച് സെർച്ച് ചെയ്യാം, വേക്കൻസിയെക്കുറിച്ച് സെർച്ച് ചെയ്യാം. പക്ഷേ ഇതിന് നമ്മൾ കുറച്ചുകൂടെ ഇത് എളുപ്പമാക്കാൻ വേണ്ടി നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 200 രൂപ, 200 റുപ്പീസേ ആകത്തുള്ളൂ ഒരു വിസിറ്റിംഗ് കാർഡ് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിൽ നമ്മുടെ പേര്, നമ്മളെ ഡിഗ്രി, ജോബ് സെർച്ചറാണ് നമ്മുടെ ഡെസിഗ്നേഷൻ. ഈ കാർഡ് ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്മാരെ ഏൽപ്പിക്കുകയും ചേട്ടാ വേക്കൻസി വരുമ്പോൾ ഈ നമ്പറിലൊന്ന് അറിയിക്കുകയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 പേർക്ക് ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 പേര് നിങ്ങളെ തിരിച്ചു വിളിക്കും. അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു 2 ഹോസ്പിറ്റലിൽ 20 പേർക്ക്, അങ്ങനെ ഒരാഴ്ച നിങ്ങൾക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി എളുപ്പം അക്വയർ ചെയ്യാം. ഇനി ഇത് ഫസ്റ്റ് കടമ്പയാണ്. നെക്സ്റ്റ് അടുത്ത കടമ്പയിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ അടുത്ത പോഡ്കാസ്റ്റ് ഓഡിയോയിൽ ഞാൻ വിവരിക്കാം.